കുഴപ്പമില്ലല്ലോ. വീട് വലിയ കുഴപ്പമില്ലല്ലേ മോനെ? എന്റെ പൊന്നു മോള് നീ താ ശാലി. പറു മോളെ, മോളെ പാറമോള്, ഈ അച്ഛനെ ഓർമ്മിക്കുന്നുണ്ടോടാ? ഞാൻ ചായ എടുക്കാം. മോളു മോനെ താ. ആരാന്നൊക്കെ? പൊന്നവള് മുത്തച്ഛനെ മറന്നോ? ഏയ് നോക്കേ. അച്ഛനടുത്ത് പോണോ? മോളങ്ങ് വാ. കരയില്ലേ കരയില്ല മോളെ. ദാച്ച എന്താടാ? അർജുനേട്ടാ ചായ എടുക്ക. ചായ മോളെ ഇങ്ങതാ. വാവ് കുട്ടിയല്ലേ. മോളെ സുഖമാണോന്ന് അച്ഛൻ ചോദിക്കുന്നില്ല. അതച്ഛന് വെറുതെ തോന്നുന്നതാ. എനിക്കിവിടെ സുഖം തന്നെയാ. വീടിന്റെ വലിപ്പത്തിലും ഫർണിച്ചറിലും ഒന്നും അല്ലല്ലോ അച്ഛ കാര്യം. ആ അർജുനേട്ടൻ ഇരിക്കേ. ഇങ്ങതാ ശാലിനി, ഞാൻ എടുക്കാം. അച്ഛന് വേറൊരു സങ്കടം കൂടിയുണ്ട് ശാലിനി. നിങ്ങൾ ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് വിഷ്ണു സത്യാമ്മയുടെ കൈ തടഞ്ഞപ്പോ അച്ഛനിത്തിരി പരുക്കനായി സംസാരിച്ചു. നിങ്ങളതെങ്ങനെ എടുത്തിരിക്കുന്നെന്ന്. ആ സമയത്ത് അച്ഛൻ അങ്ങനെ പെരുമാറാൻ കഴിയുമെന്ന് വിഷ്ണുവേട്ടന് പോലും അറിയാം. ആ സമയത്തൊരു പിന്തുണ കിട്ടിയില്ലായിരുന്നെങ്കിൽ സത്യമ്മ ആകെ തകർന്നു പോയേനെ. ഒരു പക്ഷെ സത്യമ്മേ നമുക്ക്. എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാവും, പക്ഷേ എന്റെ ഭാര്യയ്ക്ക് മാത്രം. സത്യാമ്മേ ഞാൻ കുറ്റം പറയില്ല അച്ഛാ. സുസ്മിത അത്രയേറെ സ്വാധീനിക്കുന്നുണ്ട് സത്യാമ്മേ. അമ്മയെ കള്ളക്കേസ് കുടിക്കതും മോഷ്ടാവായി ചിത്രീകരിച്ചതും സുസ്മിതയല്ലേ? അവളതേ ചെയ്യൂ. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതിലും സങ്കടമില്ല. പക്ഷേ ഒരു പേടി മാത്രം, അതെപ്പോഴും കൂടെയുണ്ട്. എന്താ ശാലിനി? പ്രീതിയുടെ കാര്യം. നമ്മളെ സംശയിക്കുന്ന പോലെ സുസ്മിത ഭയക്കുന്ന എന്തോ ഒരു രഹസ്യം പ്രീതിയുടെ നാവിൻ തുമ്പത്ത് മരവിച്ച് കിടപ്പുണ്ട്. അത് പുറത്തു വരാതിരിക്കാൻ അവൾ എന്തും ചെയ്യും. ഒരിക്കൽ അവൾ അതിന് ശ്രമിക്കുന്നതിന് ഞാൻ സാക്ഷിയായതാ. പക്ഷെ പതിവ് പോലെ സത്യാമ്മ അത് വിശ്വസിച്ചില്ല. സുസ്മിത സ്വൈര്യവിഹാരം നടത്തുന്ന വീട്ടിൽ ഉടനെ പ്രീതിക്ക് എന്തെങ്കിലും സംഭവിച്ച സ്വാഭാവികമായിട്ടും സംശയം അവൾക്ക് നേരെ തിരിയുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാ പ്രീതിക്ക് ആയുസ് നീട്ടിക്കിട്ടിയിരിക്കുന്നെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവൾ ഇത്രയും വ്യഗ്രത കാട്ടിയത് പ്രീതിയെ അപായപ്പെടുത്താനുള്ള കളമൊരുക്കാൻ വേണ്ടി തന്നെ ആവണം. ഇനി ഏത് നിമിഷവും അവൾ അതിന് ശ്രമിച്ചേക്കാം. ഒരു നിമിഷം പോലും പ്രീതിയെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല അർജുനേട്ടാ. സുസ്മിത ആ റൂമിനുള്ളിൽ കയറുമ്പോഴെല്ലാം ജാഗ്രത ഉണ്ടാവണം. ഞങ്ങളെല്ലാം നോക്കുന്നുണ്ട് ശാലിനി. പിന്നെ പൊന്നിയപ്പോഴും പ്രീതിയുടെ റൂമിൽ തന്നെയുണ്ട്. എന്തിനാടാ ഇത്രയും കഷ്ടപ്പെടുന്നേ? സുസ്മിത ഒരാളെ പേടിച്ച് നമ്മളെല്ലാരും കൂടെ എന്തിനാടാ ഇത്ര മെനക്കെടുന്നേ? അല്ലാതെ എന്ത് ചെയ്യൂ അച്ഛാ? തനിക്ക്
തനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായ ഒന്ന് നിലവിളിക്കാനോ ചെറുവിരൽ അനക്കാനോ പോലും കഴിയില്ല ആ സാധുവിന്. അപകടകാരിയായ ഒരു സൈക്കോ പേഷ്യന്റ് സുസ്മിതയെന്ന് അബ്ദുൽ ഖാദർ ഡോക്ടറും പറഞ്ഞത്. ഏത് നിമിഷവും അവൾ എന്തും ചെയ്യാം. പേ പിടിച്ചൊരു പട്ടി വീടിലും പരിസരത്തൊക്കെ ചുറ്റി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പേടിച്ച് ഇരുമ്പിന്റെ പടച്ചട്ട ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഒന്നുകിൽ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ കയ്യും കാലം തല്ലി ഒടിച്ച് വീട്ടുവളപ്പിന് പുറത്തേക്കറിയണം. അച്ഛാ, അതിന് സംശയിക്കണ്ട മോളെ, ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ പറ്റില്ല അച്ഛന്. ഭാമി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഇത്രയും കാലം ഞാൻ സഹിക്കാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്തത്. കോമയെ കിടക്കുന്ന എന്റെ കുഞ്ഞിന്റെ ജീവൻ കൂടി അപകടത്തിലായിരിക്കുമ്പോ രാഘവൻ നായർക്ക് മറ്റൊന്നും നോക്കാനില്ല. ഇനി അച്ഛനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇന്നലെ വരെ നിങ്ങൾ കണ്ട രാഘവൻ നായരായിട്ടല്ല, അതിനു മുമ്പുള്ള ആ പഴയ രാഘവൻ നായരായിട്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നട്ടല് പൊട്ടുന്ന പണിയെടുത്തിട്ട് 1500 ഉലുവയോ? നമുക്ക് ഈ പണി വേണ്ട ആശാനെ. ആശാൻ ഒരു നേരം പൊട്ടിച്ചോണ്ടിരുന്ന കാശിന്റെ പകുതി ഉണ്ടോ ആശാനിത്? നേരടാ, അന്നതൊരു ചെറിയ തുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ 3 നോട്ടിനെ വിഷ്ണുവിന്റെയും കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ വിലയാ. എന്താ ആശാൻ അങ്ങോട്ട്? നമുക്ക് പത്രോശാനൊന്ന് കാണാം. എന്തിനാ ആശാനെ? നീ വാ, നമുക്ക് നോക്കാം. തടി കുറയ്ക്കണ്ട, മേരി മാതാ സോമിൽ മുട്ടൻ തടി, യമണ്ടൻ തടി എന്നൊക്കെ ആയാലോടാ. അത് വേണ്ട. പിന്നെ നമുക്ക് പറ്റിയതിന്റെയൊക്കെ ഫോട്ടോ കൊടുത്താലോ? എന്താടാ? ആഹാ വിഷ്ണു, സംഭവം നല്ല ചീമിട്ടായിട്ടുണ്ടടാ. പത്രോശാനോടൊരു നന്ദി പറയണ വന്നേ, ജോലി തന്നേനെ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. പിന്നെ എനിക്ക് കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് വേണമായിരുന്നു. ജോലി കയറിയിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല, അതിനു മുമ്പേ അഡ്വാൻസോ? ഡാ നീ ഒന്നും മിണ്ടാതിരി, അവൻ പറയട്ടെ. നിനക്ക് എത്ര ആശ വേണ്ടേ? ഒരു 10 ദിവസത്തെ കൂലി ഞാൻ പണി ചെയ്ത് വീട്ടിക്കോളാം. 10 ദിവസത്തെ കൂലിയോ? അതിന് ഇന്ന് നീ മുങ്ങില്ലാന്നെന്താ ഉറപ്പ്? അയ്യോ, ഒന്നും മിണ്ടാതിരിടാ. പത്ത് ദിവസത്തെ കൂലി എന്ന് പറഞ്ഞ 1500 ഗുണം 10 15,000. അതിന്ന് 1,500 നിന്ന് വാങ്ങിയേ, അത് കഴിച്ചാ പിന്നെ 13,500. 1 2 3. ശരി ചേ, പോയിട്ട് വരാം. പോയി വന്നേച്ചാ മതി, ഇല്ലേ ഞാൻ അങ്ങോട്ട് വരും. അയ്യോ, എന്തിനാച്ചാ വെറുതെ കാശ് കളഞ്ഞത്? അവനെ ഞാൻ പറഞ്ഞു വിടാനിരിക്കുകയായിരുന്നു. മൊത്തം കള്ളപ്പണിയാണെന്നേ. അവന്റെ ഈ തടി മാത്രമേ ഉള്ളൂ, മേലനങ്ങി ഒരു പണിയും ചെയ്യില്ല. അവനെ ഞാൻ പറഞ്ഞു വിട്ടാ കൊന്നുകളയുന്നതിനെ ഞാൻ. ഈ വർഗീസ് ഉണ്ണാളിനെ പോലെ ഒരു കുന്തവും കുത്തിപ്പിടിച്ച് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണോ നിന്റെ വിചാരം? ഈ മില്ലിന്റെ ഏത് ഭാഗത്ത് എന്ത് നടക്കുന്നു അറിയാൻ ഈ പത്രോസിന് കഴുക്കോലുമ ക്യാമറയൊന്നും വെക്കണ്ട. നല്ല ഉശിരം പണിക്കാരനവൻ. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് 3 പേരുടെ പണിയാവൻ ചെയ്തത്. അവനെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടാ.
ഇക്കണക്കിന് പോയാ കുറച്ച് കഴിയുമ്പോ അച്ചായൻ എന്നെ മാറ്റിയിട്ട് അവനെ മാനേജരാക്കുമല്ലോ. സംശയം എന്താ? ആക്കും. എടാ, ഓരോരുത്തർക്കും അവനവന്റെ ജോലി. നീ കേട്ടിട്ടില്ലേ? ആകാശത്തിലെ പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നൊക്കെ. മറ്റുള്ളവർ വിതച്ചിട്ട് കൊയ്തെടുക്കുന്നതിന് മുൻപ് അവരുടെ കട്ടെടുത്തിട്ട് പോകുന്നേ ഉള്ളൂ. ഈ വിതയ്ക്കുന്നവന്റെ റോളാ തൊഴിലാളികൾ. മാനേജരും മുതലാളിയൊക്കെ ആകാശത്തിലെ പക്ഷികളെ പോലെ. അവന്റെ അധ്വാനം മുതലാക്കുന്നിടത്താ നിന്റെ വിജയം. അവനെന്നും ചുമടെടുത്തോട്ടാ. നമുക്ക് അവനങ്ങ് പിഴാവുന്നേ. കമ്പനി വളരട്ടെ. നീ പറഞ്ഞത് ശരിയാ. മനസാക്ഷിയുള്ള ആളാ പത്രോശേ. അച്ചായൻ ആശാനെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വേറെ നല്ല ജോലി വരുമ്പോ അച്ചായൻ ആശാനെ തരാതിരിക്കില്ല. അല്ല അച്ഛനെ, എന്തിനിപ്പോ അഡ്വാൻസ് ആയിട്ട് ഇത്രയും കാശ്? കുറച്ച് ആവശ്യങ്ങളുണ്ടോ? ആ പോ. ആ ശാരികയുടെ ഫോണാണല്ലോ. ശാരികേ, ശാരികേ, എടോ ഫോൺ. ശാരികേ, എടോ. എന്താ അവൾ എടുക്കാത്ത? സമാധാനം. ഓഹോ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഒന്നുകൂടെ വിളിക്കാം. ആ, ഇതൊരു ശല്യമായല്ലോ. ശാരി, ആരെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നു? വീഡിയോ കോളോ? ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്തില്ലല്ലോ. ചക്കരക്കുട്ടി, ഫോൺ എന്താ എടുക്കാത്തത്? ബാലേട്ടൻ എത്ര നേരമായി വിളിക്കുന്നു. ആ, ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്തേ, കാണട്ടെ. ചേട്ടനോട് പിണക്കമാണോ? സത്യം പറഞ്ഞ ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചതേ അല്ല. ആ കോന്തൻ രാജീവ് കൂടെ ഉള്ളത് ശ്രദ്ധിച്ചില്ല ഞാൻ. കാര്യങ്ങള് മറ്റാരും അറിയാതെ നടത്തിക്കൊണ്ട് പോകുന്നതല്ലേ നിനക്ക് സേഫ്. എത്രയൊക്കെ പറഞ്ഞാലും അവൻ നിന്റെ കെട്ടിയവനല്ലേ. ഒരു പേരിനത് ഇരിക്കട്ടെന്ന്. ഞാനേ ഇപ്പൊ വീട്ടില, ഒറ്റയ്ക്കാണേ. അറിയാലോ, കാശുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാശല്ലല്ലോ നമുക്ക് പ്രധാനം. ഉള്ളത് പറയാലോ, 2 എണ്ണം അടിച്ചിട്ടിരുന്നപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ആ ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്തേ. ആരാ സാറേ ഫോണില്? ആരാണെന്ന് നോക്ക്. മനസ്സിലായി. ചിലപ്പോ കുളി കഴിഞ്ഞോ മറ്റോ നിൽക്കുമായിരിക്കും. അതൊന്നും സാരമില്ലെന്നേ. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ പ്രത്യേകിച്ച് മേക്കപ്പിന്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പോ എങ്ങനെ നിൽക്കുന്നോ അങ്ങനെ കാണാനാ എനിക്കിഷ്ടം. നാച്ചുറൽ ബ്യൂട്ടി, അതാ എനിക്കിഷ്ടം.
കട്ട് ചെയ്തു. കേട്ടപ്പോ അറപ്പ് തോന്നിയല്ലേ? അത് ഞാനിവിടെ നിൽക്കുന്നോണ്ടാണോ അതോ? അയ്യോ സാർ എന്തൊക്കെയാ പറയുന്നേ? എടോ, ദിവസവും നിങ്ങൾ തമ്മിൽ വിളിയും സംസാരം ഉണ്ടെന്നാ അവൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. പിന്നെ എങ്ങനെയാണോ അവൻ ഇത്ര അധികാരത്തിൽ സംസാരിക്കുന്നേ? അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗതികേട് കൊണ്ട് അയാളുടെ അടുത്തുനിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചു. താൻ ആരാ? ഇപ്പോഴും ചായക്കടക്കാരി ശാരദാമ്മയുടെ മോളുടെ ഉടുപ്പിന്ന് പുറത്ത് വന്നിട്ടില്ലല്ലേ? കോളേജ് ലെക്ചർ രാജീവ് രംഗനാഥന്റെ ഭാര്യയാണെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർമ്മിക്കണം. ദേവി തന്നെ ഇങ്ങനെ അപമാനിക്കരുത്. ഈ 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന ഉണ്ടാക്കാനേ എനിക്ക് വെറും 2 മിനിറ്റ് മതി. എനിക്കില്ല വാശി. ബാലേന്ദ്രനാണ് കളി. അയാൾ പിന്നെ വിളിക്കുന്നുണ്ട്. തന്നെയല്ലേ വിളിക്കുന്നേ? താൻ തന്നെ മറുപടി പറ. ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിന് സാറിനൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? ശാരിക്ക് താടിയും മീച്ചൊക്കെ വന്ന വെച്ചിട്ട് പോണ മാറി. അയ്യോ, അയ്യോ അവനായിരുന്ന ആണെങ്കി കണക്കായിപ്പോയി. അയ്യോ എന്നാലും അത് കിട്ടാതിരിക്കില്ല എന്റെ കയ്യില്. അബദ്ധങ്ങൾ കുറെ ചെയ്തു കൂട്ടിട്ടെ സാറിന് അതിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിച്ചോട്ടെ എന്റെ പിന്നാലെ വരരുത്. ഞാൻ അതിന് എന്ത് അബദ്ധം ചെയ്തെന്നാ? അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോ അയാളോട് കുറച്ച് പണം കടം വാങ്ങിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എടോ, കടം വാങ്ങിച്ച തെറ്റൊന്നും അല്ല. പണത്തിന് ആവശ്യം വരുമ്പോ സാധാരണ മനുഷ്യർ കടം ചോദിക്കുന്നത് അവർക്ക് ഏറ്റവും അടുപ്പമുള്ളവരോടാ. പകരം എന്റെ ഭാര്യ എന്നോട് ചോദിക്കാതെ ആ ബാലചന്ദ്രനോട് കടം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. അമ്മ അച്ഛന് ലോക്കപ്പില്ലാന്നുള്ള വിവരം സാർ അറിഞ്ഞതാ. അതിനിടയിലാ അമ്മയ്ക്ക് നെഞ്ചുവേദനയാന്ന് പറഞ്ഞ് പെട്ടെന്ന് തക്കലേക്ക് പോയത്. എന്നിട്ട് അവര് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോ, കാര്യങ്ങൾ ഏതുവരെ ആയെന്നോ സാറിന് വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ. ശാരിക അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. ഒറ്റ മോനാ ഞാൻ. ഒരു പെണ്ണ് കെട്ടിയോണ്ട് ഒരു പ്രയോജനമില്ല. ആ അതേപോലെ തന്നെ എന്റെ കാര്യവും. അമ്മ അച്ഛനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ ചക്രശ്വാസം വലിക്കുമ്പോ ആരും ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. എടോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും എന്നെ ഫോൺ ചെയ്തോന്ന് പറയണം. അതല്ലാതെ ബാലചന്ദ്രനെ പോലെ ഒരു വൃത്തികെട്ടവന്റെ അടുത്തേക്ക് ഓടയല്ല വേണ്ടത്. അമ്മാവന്റെ 18 ലക്ഷം രൂപയുടെ ബാധ്യത തീർത്തല്ലേ സാർ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. പെട്ടെന്ന് സാറിന്റെ കയ്യിൽ 2 ലക്ഷം രൂപ എടുക്കാനുണ്ടാവില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചു പോയി. തന്നോട് അങ്ങനെ വിചാരിക്കാൻ ആരാ പറഞ്ഞേ? തന്റെ കയ്യിലാണോ എന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് ഇരിക്കുന്നത്? ഇനി ഇല്ലെങ്കിൽ തന്നെ 2 or 3 ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാന്നേ ഉള്ളൂ ഈ 2 ലക്ഷം രൂപ. ആ ശരി സാർ, ഇപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. അങ്ങനെ സംഘടിപ്പിക്കാവുന്ന 2 ലക്ഷം രൂപ എനിക്കിപ്പോ ഒപ്പിച്ചതാ. ഇനി ആ ഫോൺ വിളിയുടെ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഇനി എന്റെ പട്ടി തരും കാശ്. ഓ ശരി, നിക്കും. ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് നീ പോയാ മതി. ഞാനിപ്പോ എന്തിനാ സമാധാനം പറയണ്ടേ? ആ പരമ ചെറ്റ എന്തിനാ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ? അതിന്റെ കാരണം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അത് പരിഹരിക്കാനുള്ള മാർഗവും പറഞ്ഞു. സാറിന് അതിന് സമ്മതമല്ല. ഭാര്യ കടക്കണ്ണിയിലാന്ന് അറിഞ്ഞിട്ടും സഹായിക്കാൻ മനസ്സില്ലാത്ത ഭർത്താക്കന്മാര് അവർക്ക് വരുന്ന ചില ഫോൺ കോളുകൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടി വരും. നിങ്ങളോട് പറഞ്ഞു ഇറങ്ങി പോവാൻ. നിങ്ങളോടാ പറഞ്ഞ ഇറങ്ങി പോവാൻ. മോളെ, ഞാൻ പൊയ്ക്കോളാം. വെറുതെ നീ ശബ്ദം ഉയർത്തി നാട്ടുകാരെ കൂട്ടണ്ട. മോളേന്നും തേനേന്നും പാലേന്നും വിളിച്ച് ഇനി ഇവിടെ പറ്റിക്കൂടാന്ന് വിചാരിക്കണ്ട. പിന്നെ നാട്ടുകാര് കേട്ടാ അതെനിക്കൊരു വിഷയമല്ല. നാട്ടുകാർക്കെല്ലാം അറിയാം ഇവിടെ ഒരു അമ്മയും 3 മക്കളും മാത്രമാ ജീവിച്ചിരുന്നേന്ന്.
എനിക്കിപ്പോ വേറൊരാളുടെ ആവശ്യം ഇവിടെ ഇല്ല. നിന്നേ